നമസ്കാരം സർ. നമസ്കാരം. മെക്കയിൽ നിന്നും വരുന്നത് ഒരു ദുരന്തത്തിൻ്റെ വാർത്തയാണ്. അബൌട്ട് 922 പീപ്പിൾ ഡെഡ് എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത്. അത് പ്രാഥമിക വിവരമാണ് സർ. കാരണം എന്താ വെച്ചാൽ ഒരു മഹാദുരന്തമായതുകൊണ്ട് തന്നെ ഇതൊന്നും അന്തിമമായ വിവരമാവില്ല. ഒഫീഷ്യലെ സൗദി ഗവൺമെൻറ് റിപ്പോർട്ടും അത് ഇന്ത്യ ഗവൺമെൻറ് കിട്ടി സ്ഥിരീകരിക്കുകയൊക്കെ വേണം. അപ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ വന്നിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ സാറ് കണ്ടത് തന്നെ ആയിരിക്കും, ഞാനും കണ്ടിട്ടുണ്ടാവും. 1000-ലേറെ പേര് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൽ തന്നെ 100-ഓളം പേരെങ്കിലും ഇന്ത്യക്കാരാണ്. 600 പേര് ഈജിപ്ഷ്യൻസ് എന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും വലിയ ദുരന്ത വാർത്തയാണ്. ഒരു തീർത്ഥാടനത്തിന് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ദുരന്തം സംഭവിച്ചത് 2015-ലാണ്. മീനായിൽ ആൾക്കാർ തിക്കിലും തിരക്കിലും പെട്ടിട്ട് 2400 പിൽഗ്രിംസ്, 2500-ഓളം പേര് അന്ന്. പിന്നെ 1919 ഇതേപോലെ ഒരു സ്റ്റാമ്പീഡ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇത് തന്നെ സത്യത്തിൽ ഈ തിക്കും തിരക്കുമാണ് പ്രശ്നം. അതിൽ 1426 പേരെന്നാണ് പറയുന്നത് അന്ന്. പിന്നെ 79 ഇറാന്റെ ആക്രമണം ഉണ്ടായിരുന്നു. ഇറാന്റെ ആക്രമണം പിന്നെ മാൻമെയ്ഡ് ആണെന്ന് വിചാരിക്കും. ഇപ്പോ ഷിയ തീവ്രവാദികൾ അന്ന് സൗദി അറേബ്യ സുന്നി രാജ്യമാണ്, ഇറാൻ ഒരു ഷിയ രാജ്യമാണ്. മാത്രമല്ല സൗദി അറേബ്യ എല്ലാ വിഭാഗത്തിലും പെട്ട തീവ്രവാദികളെ അടിച്ചമർത്തുന്ന രാജ്യമാണ്. ഇറാൻ ആണെങ്കിൽ ലോകമെങ്ങും തീവ്രവാദികളെ കയറൂരി വിടുന്ന രാജ്യമാണ്. അപ്പോൾ ആ തീവ്രവാദികൾ വന്ന് മക്കയിൽ ഹജ്ജിന് വന്ന തീർത്ഥാടകരെ ആക്രമിച്ചു. വലിയ അന്ന് കഅബ എന്ന് പറയുന്ന വിശുദ്ധ ദേവാലയം തന്നെ കുറേ ദിവസങ്ങൾ അവരുടെ കയ്യിലായിരുന്നത്. എന്നിട്ട് വളരെ ദീർഘനാളെടുത്താണ് അത് നേരിട്ടത്. അതിപ്പോൾ നിവൃത്തിയില്ല. അതിപ്പോൾ മുസ്ലിങ്ങൾ തന്നെ മനഃപൂർവ്വം സൃഷ്ടിച്ച ഒരു ഭീകരാക്രമണമായിരുന്നു എന്ന് പറയാം. പക്ഷേ ഇത് അതിന് ശേഷമുള്ളതൊക്കെ പ്രകൃതി എന്ന് പോലും പറയാൻ പറ്റില്ല സാറേ. ഇത് നമുക്ക് എന്താണ് വിളിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇപ്പോൾ ഇത് ആരെയും കുറ്റപ്പെടുത്താൻ വയ്യ. ലക്ഷക്കണക്കിന് ആളുകൾ, ഇപ്പോൾ എത്രയോ ലക്ഷം ആളുകൾ ഒരേ ദിവസം അവിടെ ചെന്നുകൂടണം. അതാണ് ഈ വിശ്വാസം. ഈ അറഫ മൈതാനം എന്ന് പറയുന്ന ഒരു മൈതാനമുണ്ട്. അതൊന്ന് ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. പ്രവാചകന്റെ കാലത്ത് ലോകം മുഴുവനുള്ള അറബികൾ, 7-ാം നൂറ്റാണ്ടിൽ ലോകം മുഴുവനുള്ള മുസ്ലിങ്ങൾ വന്നു ചേർന്നാൽ പോലും ഏതാനും ആയിരങ്ങളെ വരൂ. ആ കാലഘട്ടത്തിലെ ഒരു അനുഷ്ഠാനമാണ് ഹജ്ജ്. ആ കാലഘട്ടത്തിൽ ആരംഭിച്ചതാണ് പ്രവാചകന്റെ കാലത്ത്. അത് കാലം മാറുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. 21-ാം നൂറ്റാണ്ടിൽ ലോകമെങ്ങുമുള്ള മുസ്ലിങ്ങൾ ഒരൊറ്റ ദിവസം അവിടെ ചെന്ന് ചേരുന്നതാണ് ഏറ്റവും പുണ്യപ്പെട്ട വിശ്വാസം. അതാണ് ഈ അറഫ മൈതാനത്ത് ഒത്തുകൂടുക. മുസ്ദലിഫ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. അവിടെ രാത്രി നിർബന്ധമായും ആ രാത്രിയിൽ അവിടെ താമസിക്കണം. അതാണ് പുണ്യപ്പെട്ട കാര്യം. മിന എന്ന് പറയുന്ന പ്രദേശത്ത് ചെന്നിട്ട് പ്രതീകാത്മകമായി ഈ പിശാചിനെ കല്ലെറിയണം. അതാണ് ഈ മിന. ഇതിനൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ചെറിയ ഭൂപ്രദേശത്ത്, നമ്മുടെ ഒരു കൊച്ചു നഗരത്തിൻ്റെ പോലും വലിപ്പമില്ലാത്ത മക്ക എന്ന് പറയുന്ന ഭൂപ്രദേശത്ത് ലോകത്തെങ്ങുമുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ 204 രാജ്യങ്ങളിൽ ജനവാസമുണ്ട്. അതിൽ 51 രാജ്യങ്ങളാണ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ. ഇവരൊക്കെ തന്നെ ഉദാരമായിട്ട് ഈ ഹജ്ജിന് വിസ കൊടുക്കാൻ സന്തോഷമാണ് എല്ലാവർക്കും. ഇന്ത്യ തന്നെ ആലോചിച്ചു നോക്കും. ഇപ്പോൾ നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോഴും ചെയ്തത് ഹജ്ജ് കോട്ട വർദ്ധിപ്പിക്കുകയാണ്. 2 കാര്യം കൂടി ചെയ്തു. ബോൾഡായി നരേന്ദ്രമോദി ഗവൺമെൻറ് ചെയ്തതെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് ഹജ്ജിന് പോകണമെങ്കിൽ രക്തബന്ധമുള്ള ആരെങ്കിലും കൂടെ വേണം. അങ്ങനെ ആകുമ്പോൾ വിധവകൾ എന്ത് ചെയ്യും? ആരോരുമില്ലാത്തവർ എന്ത് ചെയ്യും? അവരായിരിക്കും യഥാർത്ഥ ഭക്തന്മാർ. അവർക്ക് ചെന്ന് ഹജ്ജ് ചെയ്യണമെന്ന് തോന്നിയാൽ എന്ത് ചെയ്യും? അത് ഇളവ് ചെയ്തു. അവർക്ക് ഒറ്റക്കും ഹജ്ജിന് പോകാം. അപ്പോൾ അങ്ങനെ വളരെ വളരെ ഉദാരമായ വ്യവസ്ഥകളൊക്കെ ഉണ്ടാക്കി. അതിന് സൗദി അറേബ്യയിൽ സമ്മതം വേണ്ടത്, സമ്മതം കിട്ടി. അത് മുഹമ്മദ് ബിൻ സൽമാൻ വന്നപ്പോൾ അതിലൊക്കെ ഇളവ് വന്നു. അവിടെ മുത്തവ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് മതകാര്യ പോലീസ്, റിലീജിയസ് പോലീസ്. അവരോടൊക്കെ പുറത്ത് കണ്ടുപോയത് അടങ്ങിയിരുന്നോളെന്ന് മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞത്. മുഹമ്മദ് ബിൻ സൽമാൻ്റെ ഏകാധിപത്യ ഭരണത്തോടൊക്കെയുള്ള ചില വിയോജിപ്പുകൾ ജനാധിപത്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്കുണ്ടാവും. പക്ഷേ അവിടുത്തെ പരിഷ്കാരം എടുക്കുമ്പോൾ അദ്ദേഹത്തിന് പിന്തുണയ്ക്കാതെ നിവൃത്തിയില്ല. അതാണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്. എന്നിട്ട് ആണ് ഇപ്പോൾ ഈ ഉദാരമായ വ്യവസ്ഥയിലാണ് ഇപ്പോൾ 1.25 ലക്ഷം ആളുകൾ ഈ വർഷം ഹജ്ജിന് പോയിട്ടുണ്ട്. ഹജ്ജ് കഴിയുമ്പോഴാണ് നമ്മുടെ ബക്രീദ് ഇവിടുത്തെ ഹജ്ജിൻ്റെ ദിവസമാണ്. അവിടെ ഹജ്ജ് നടക്കുമ്പോൾ അതിൻ്റെ ആഘോഷമാണ് ലോകമെങ്ങുമുള്ള പെരുന്നാൾ. ആ പെരുന്നാളാണ് ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ തിങ്കളാഴ്ച ആഘോഷിച്ചത്. അപ്പോൾ ഇത് വലിയ ഒരു ആശങ്കയായി തുടരുകയാണ്. സൗദി ഗവൺമെൻറ് എല്ലാ കൊല്ലവും ഈ ആളുകളുടെ സൗകര്യത്തിന് വേണ്ടി ഈ സ്റ്റാമ്പീഡ് ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ ആളുകളുടെ തിരക്ക് കുറക്കാൻ ആളുകളോട് വരണ്ടെന്ന് പറയാൻ പറ്റില്ല. അത് പറഞ്ഞാലുള്ള കുഴപ്പം 2 കാര്യമാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ആ വരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ടൂറിസമാണ്. അതുകൊണ്ട് സൗദി ഗവൺമെൻറ്റിന് എണ്ണയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വരുമാനം ഹജ്ജ്, ഉംറ എന്ന് പറയുന്ന 2. ഉംറ എന്ന് പറഞ്ഞാൽ കൊല്ലം മുഴുവൻ നടക്കുന്നതാണ്. ഉംറ എന്ന് പറഞ്ഞാൽ ഈ ഹജ്ജ് കാലത്തല്ലാതെ ഹജ്ജിൻ്റെ പ്രദേശങ്ങളിലേക്കൊന്നും പോകണമെന്നില്ല. മക്കയിൽ ചെന്ന് കഅബ എന്ന് പറയുന്ന ദേവാലയമുണ്ട്.
കഅബ എന്ന് പറയുന്ന ദേവാലയം, ആ ദേവാലയത്തെ പ്രദക്ഷിണം വെക്കുക. അതുപോലെ രണ്ട് മലകളാണ്, സഫയും മറുവയും. സഫ മറുവ 2 മലകളാണ്. ഇതൊക്കെ പഴയ ഓർമ്മകളാണ്. അപ്പോൾ ആ 2 മലകൾക്കിടയിൽ ഓടുക. പണ്ട് ഇബ്രാഹിം നബിയും അദ്ദേഹത്തിൻ്റെ പത്നി ഹാജറയും അവിടെ മരുഭൂമിയിൽ ഒറ്റപ്പെട്ട സമയത്ത് ഈ കുഞ്ഞുണ്ടല്ലോ, ഇസ്മായിൽ, ഹാജറയുടെ കുഞ്ഞ്, ഇബ്രാഹിം നബി അവരെ അവിടെ ആക്കിയിട്ട് വിട്ടു. മരുഭൂമിയിലാണ്, അദ്ദേഹം സഞ്ചാരിയാണ്, അദ്ദേഹം നാട് വിട്ടു പോയി. അപ്പോൾ ഇവർ വെള്ളമില്ല. അപ്പോൾ വെള്ളം തേടി അലഞ്ഞതാണ് ഈ കൊച്ചു കുഞ്ഞിനെ കടത്തിയിട്ട് വെള്ളം തേടി ഈ അമ്മ ഹാജറ ബീവി ഓടി നടന്നതാണ് സഫ മറുവ മലകൾക്കിടയിൽ. അതിൻ്റെ ഒരു റീക്രിയേഷനാണ് ഈ സാധനം. അതിനാണ് സൈ എന്ന് പറയുക അറബിയിൽ. അതായത് സഫ മറുവ മലകൾക്കിടയിൽ 7 വട്ടം ഇങ്ങനെ ഓടുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക. തവാഫ് എന്ന് പറയുന്നത് പ്രദക്ഷിണമാണ്. കഅബയെക്കുറിച്ചുള്ള വിശ്വാസം അത് ആദ്യത്തെ മനുഷ്യനാണല്ലോ ആദം നബിക്ക് ദൈവം കൊടുത്ത ഗിഫ്റ്റാണെന്നാണ്. അങ്ങനെ പരമ്പരയായി കൈമാറി വന്ന ഇബ്രാഹിം അതിനെ പുതുക്കിപ്പണിതു. അങ്ങനെ വന്നതാണ് മുഹമ്മദ് നബിയുടെ കാലത്ത്, അത് ഇന്നത്തെ നിലയിലായി എന്നൊക്കെയാണ് വിശ്വാസം. ഈ സഫ മർവ എന്നുള്ളത് ഇപ്പോൾ പെൺകുട്ടികൾക്കൊക്കെ പേരിടാറുണ്ട്. പേർക്കൊക്കെ അത് മുസ്ലിം പേരുകളിൽ പ്രധാനപ്പെട്ട ഒരു വിശ്വാസപരമായ പേരാണ്. 2 കുന്നിൻ്റെ പേരാണ്. പക്ഷെ ആ കുന്നിന് ഈ ഹാജറ ബീവി ബന്ധിപ്പിച്ച ഒരു പുണ്യ ചരിത്രം കൂടി ഉണ്ട് അതിനകത്ത്. ഹാജറ ഇപ്പോൾ സഫ എന്നൊരു പെൺകുട്ടിക്ക് പേരിടുമ്പോൾ, മറുവ എന്ന് പേരിടുമ്പോൾ അത് ഹാജറ ബീവിയുടെ ഓർമ്മ കൂടിയാണ്. ഇബ്രാഹിം നബിയുടെ പത്നിയായിരുന്ന ഹാജറയുടെ ഓർമ്മ കൂടിയാണ്. എന്തായാലും ഇത് വല്ലാത്തൊരു ചോദ്യമാണ്. ഇപ്പോൾ ആർക്കൊന്നും ചെയ്യാൻ പറ്റും. ഇവർ സൗദി ഗവൺമെൻറ് ആവുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാ കൊല്ലവും പുതിയ പരിഷ്കാരങ്ങൾ വരുത്തുന്ന ഒരുപാട് സൗകര്യങ്ങൾ. എത്ര സൗകര്യങ്ങൾ ഒരുക്കിയാലും 2 പരിമിതി ഉണ്ട് അവിടെ. ഒന്നാമത്തെ പ്രശ്നം, ആ നഗരം ഒരു പണ്ട് ചുറ്റുപാടും മല നിറഞ്ഞ കുന്നുകൾ നിറഞ്ഞ ഒരു വലിയ മൈതാനമാണ് ഈ അറഫ മൈതാനം എന്നൊക്കെ പറയുന്നത്. ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ മൈതാനം മാത്രം ബാക്കി വെച്ചിട്ട് മക്കയിലെ കഅബ എന്ന് പറയുന്ന ഒരു ദേവാലയം, മസ്ജിദുൽ ഹറാം എന്ന് വിളിക്കുന്ന ഒരു ദേവാലയം മാത്രം ബാക്കി വെച്ചിട്ട് മുഴുവനും കച്ചവട സ്ഥാപനങ്ങളായി. വലിയ അന്താരാഷ്ട്ര ഹോട്ടലുകളാണ്. ഇപ്പോൾ മക്കയിലെ പള്ളിയേക്കാൾ ഉയരമുള്ള സ്റ്റാർ ഹോട്ടലുകളാണ്, 7 സ്റ്റാർ ഹോട്ടലാണ് അതിനോട് ചേർന്നുള്ളത്. എന്ന് പറഞ്ഞാൽ എല്ലാ കച്ചവട താല്പര്യക്കാരും അവിടെ അടിഞ്ഞുകൂടി. അവർക്ക് മക്കയിൽ ഭൂമി എടുക്കാനും അവർക്ക് വലിയ തോതിൽ കൺസ്ട്രക്ഷൻ നടത്താനും പറ്റി. 1 ഇഞ്ച് മണ്ണില്ലാത്ത സ്ഥിതിയാണ്, പാർക്കിങ്ങിന് സ്ഥലമില്ലാത്ത സ്ഥിതിയാണ്. അപ്പോൾ ആ നഗരത്തിൻ്റെ കച്ചവട സാധ്യത, ഹജ്ജും ഉംറയുമാണ് വലിയ വരുമാനം, രാജ്യത്തിൻ്റെ വരുമാനം കൂടിയാണത്. പെട്രോൾ ഡോളറിനേക്കാൾ വലിയ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് ടൂറിസം അവർക്ക്. പിൽഗ്രിം വലിയ കാര്യമാണ്. ഇന്ത്യയിൽ നിന്ന് മെയിനായിട്ട് ഹജ്ജിനാ പോകണമെന്നാണല്ലോ, ഉംറയ്ക്കൽ രണ്ടിനും പോകുന്നുണ്ട്. ഹജ്ജിന് പോകുന്നതിനേക്കാൾ ഉംറയ്ക്ക് പോകുന്നത് നമുക്ക് സെഗ്രിഗേറ്റ് ചെയ്ത് ഒരുമിച്ച് ഒറ്റ കണക്ക് പെട്ടെന്ന് കിട്ടൂല. കാരണം ഇത് എന്നും പോകുന്നതാണ്. ഇവിടുത്തെ എല്ലാ മതസംഘടനകളും സംഘമായി കൊണ്ടുപോകുന്നുണ്ട്. ഒറ്റക്കും കൂട്ടായിട്ടും ആളുകൾ ഉംറയ്ക്ക് പോയി. ഉംറ കൊല്ലം മുഴുവൻ നടക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അവിടെ. എന്നും പോകാമല്ലോ. ഇതല്ല സാർ, ഈ ദുൽഹജ്ജ് എന്ന് പറയുന്ന മാസം അറബ് കലണ്ടറിലെ അവസാനത്തെ മാസമാണ് ദുൽഹജ്ജ്. ഈ ദുൽഹജ്ജ് മാസത്തിലെ 10ാം ദിവസമാണ് ഹജ്ജ്. ദുൽഹജ്ജ് എന്ന് പറഞ്ഞ പേര് തന്നെ അങ്ങനെ വന്നാൽ. അപ്പോൾ ഈ ഹജ്ജ് നിർവഹിക്കണമെങ്കിൽ ആ പെർട്ടിക്കുലർ ഡേയിൽ ലോകത്തിലെങ്ങുമുള്ള മുസ്ലിങ്ങൾ അതിനുവേണ്ടി ഹജ്ജിന് പോകാൻ അപേക്ഷിച്ചിട്ട് അതാത് രാജ്യം പെർമിഷൻ കൊടുക്കുകയും ഈ രാജ്യം വിസ അനുവദിക്കുകയൊക്കെ ചെയ്ത ഈ മുഴുവൻ ആളുകളും അവിടെ ചെല്ലും. ലക്ഷക്കണക്കിന് ആളുകൾ ഒരു രാത്രിയിൽ അവിടെ ഒത്തുകൂടുകയാണ്. അതിനുവേണ്ടി വന്നു ചേരുന്നവർ. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ആസൂത്രണത്തിൻ്റെ കണക്കിനൊന്നും വഴങ്ങുന്നൊന്നല്ല. അതെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇനിയും ഇപ്പോൾ തീർച്ചയായിട്ടും ആലോചിക്കുന്നുണ്ടാവും. ഈ പലപ്പോഴും ഇതിനു വേണ്ടി ആലോചിക്കുന്നത് ഈ സൗദി ഗവൺമെൻറ് മാത്രമായിരിക്കില്ല, ലോകത്തെങ്ങുമുള്ള ബുദ്ധി കേന്ദ്രങ്ങൾ ഇവർക്ക് വേണ്ടി ആലോചിക്കുന്നുണ്ട്. കാരണം മൊസാദ് പോലും അവരുടെ പരിധിയിലാണ്. ഇപ്പോൾ ഇസ്രായേലിനാണ് സൗദി അറേബ്യയിലെ ഈ കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റുകളിലൊക്കെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഇസ്രായേലിനാണ്. കാരണം അവരത് ഏൽപ്പിച്ചാൽ അവരുടെ എഞ്ചിനീയറിങ്, അവരുടെ സാങ്കേതിക വിദ്യ, അതിൻ്റെ പെർഫെക്ഷൻ അവർക്ക് വിശ്വാസമുണ്ട്, കച്ചവട പങ്കാളികൾ. അപ്പോൾ ആരൊക്കെ ചിന്തിച്ചാലും ഇമാതിരി ദുരന്തങ്ങൾ എങ്ങനെ ഇല്ലാതാക്കാൻ കഴിയും? അല്ല, ഇത്രയും രാജ്യങ്ങളിൽ നിന്ന് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ, പക്ഷേ ഈ പർട്ടിക്കുലർ ഡേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിന് സ്പെഷ്യൽ ബ്ലെസ്സിങ്സ് ഒക്കെ ഉണ്ട്. ആണ്. അതുകൊണ്ടാണ് സർ ഹജ്ജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇസ്ലാമിക വിശ്വാസപ്രകാരം 5 കാര്യങ്ങൾ നിർബന്ധമായും ഒരു ജീവിതത്തിൽ സാധ്യമായവരൊക്കെ ചെയ്യണമെന്ന് പറയും. ഒന്ന് ഈ പറയുന്ന വിശ്വാസമാണ്.
ദൈവത്തിലും പ്രവാചകനിലും വിശ്വസിക്കണം ഒരാൾ ഇസ്ലാമായ. രണ്ടാമത്തെ കാര്യം ഈ നിസ്കാരമാണ്, 5 നേരത്തെ പ്രെയർ. മൂന്നാമത്തെ കാര്യം കഴിവിന് അവനവൻ്റെ വരുമാനം അനുസരിച്ച് സക്കാത്ത് കൊടുക്കണം. അത് പാവപ്പെട്ടവൻ്റെ അവകാശമാണ്. കൃത്യമായി കൊല്ലത്തിലൊരിക്കൽ എങ്കിലും കണക്ക് നോക്കിയിട്ട് കൊടുക്കണം. 3. നാലാമത് റംസാൻ മാസത്തിലെ വ്രതമാണ്. 5-ാമത്തെ കാര്യം വല്ല നിവൃത്തിയും ഉണ്ടെങ്കിൽ ആയുസ്സിൽ ഒരിക്കലെങ്കിലും ചെന്ന് ഹജ്ജ് ചെയ്യണം. ഇത് നിർബന്ധമായി ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അതുകൊണ്ടാണ് അപ്പോൾ ഈ 5 കാര്യങ്ങൾ ഈ 5 കാര്യങ്ങളാണ് മുസൽമാൻ്റെ അടയാളം. അപ്പോൾ ലോകമെങ്ങുള്ള മുസ്ലിങ്ങൾ നിവൃത്തി ഉണ്ടെങ്കിൽ 5ഉം പൂർത്തിയായിട്ടേ പോകൂ. 5-ാമത്തേത് പൂർത്തിയാക്കാത്ത പോകുമ്പോൾ മുസൽമാൻ എന്തോ കുറവുണ്ട് എന്നാണ് വെപ്പ്. ഇതാണ് വിശ്വാസത്തിൻ്റെ പ്രശ്നം. അതുകൊണ്ട് വല്ലാത്ത പ്രശ്നമാണ് സാർ. എല്ലാ കൊല്ലം ഇപ്പോൾ 2015 വന്നു, 19 അല്ലേ, അതിനുശേഷം 2015 മീന 2500ഓളം പേര് മരിച്ചു. പിന്നെ മറ്റത് 1990 ആണെന്ന് തോന്നുന്നു. ഈ 1990 ഇതേപോലെ ഒരു തിക്കും തിരക്കുണ്ട്. ഇത് ഇക്കൊല്ലത്തെ പ്രശ്നം അതുമല്ല. ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണിത്. ഇതിൻ്റെ കൂടെ ഈ ഉഷ്ണതരംഗം, പ്രകൃതി എല്ലാ കണക്കും വിട്ട് സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഇത്രയേറെ ലക്ഷം മനുഷ്യർ വന്നിട്ട് നിന്ന് തിരിയാനിടമില്ലാത്ത ഒരു സ്ഥലത്ത്, ഒരു മൈതാനത്ത് വർഷത്തിലൊരിക്കൽ വന്നുകൂടുക എന്ന് പറയുന്നത് ആളുകൾക്ക് പക്ഷേ പറയാൻ പാടുണ്ടോ? എന്നെപ്പോലുള്ള ആളുകൾ മനുഷ്യസ്നേഹികളുടെ പക്ഷത്ത് നിന്ന് ഇസ്ലാമിൻ്റെ വിശ്വാസപരമായ ബാധ്യതകളെ, അതിൻ്റെ ശക്തിയെ, ദൗർബല്യത്തെ ഒക്കെ സൂക്ഷ്മമായിട്ട് നോക്കിക്കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഭാവിയിൽ 2 കാര്യങ്ങൾ സംഭവിക്കുകയാണ്. ഒന്ന്, ഈ മക്ക നഗരത്തിൻ്റെ വിസ്തൃതി, അത് കൺസ്ട്രക്ഷൻ കൊണ്ട് ചുരുങ്ങി വരിക, അത് വികസിപ്പിക്കാൻ കഴിയില്ലല്ലോ. 2, ഹജ്ജിന് വരുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഡേയിൽ അവിടെ ചെന്ന് കൂടുന്നവരുടെ എണ്ണം ഒന്നുകിൽ കർശനമായി നിയന്ത്രിക്കേണ്ടി വരും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, തത്തുല്യമായ, ഇപ്പോൾ ഹജ്ജിന് പകരം മറ്റൊന്നോ എന്ന് ചിന്തിക്കാൻ പറ്റില്ല. എന്നാൽ ഹജ്ജ് കൊണ്ട് കിട്ടുന്നതിനേക്കാളും പുണ്യപ്പെട്ട പ്രവൃത്തികൾ, ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ, അനവധി കാര്യങ്ങളുണ്ട്. കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് അവിടെ ഏതാനും ദിവസങ്ങൾ തങ്ങിയിട്ട് തിരിച്ചു പോരാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോരുത്തരും ചിലവാക്കുന്നത്. അപ്പോൾ അതിനേക്കാളൊക്കെ പുണ്യപ്പെട്ട കാര്യങ്ങൾക്ക് ജീവിതത്തിൽ പ്രയോറിറ്റി കൊടുക്കുന്ന തരത്തിൽ ഇസ്ലാം മത വിശ്വാസികളുടെ മനസ്സിൽ ബോധവൽക്കരണം നടത്താവുന്നതാണ്. മൂന്നാമത്തൊരു കാര്യം, ആഗോളതാപം കൂടി വരുന്നു. ഈ പ്രകൃതി വലിയ തോതിൽ ഭൂമി ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. കടൽ വെള്ളം, അല്ലെങ്കിൽ സാറ് കണ്ടില്ലേ ഇക്കുറി ഭൂമിയിൽ ചൂട് കൊണ്ട് കരയിലെ ജലനിരപ്പ് താണ് പോവുക, കടൽ വെള്ളം തിളച്ചു പൊങ്ങുക, വലിയ ദുരന്തമാണ്. ഞാൻ ഏറ്റവും ഒടുവിൽ പ്രകൃതിയുടെ ഭാവിയെക്കുറിച്ച്, ഭൂമിയുടെ ഭാവിയെക്കുറിച്ച് മലയാളത്തിൽ എഴുതപ്പെട്ട പുസ്തകം സി രാധാകൃഷ്ണൻ സാറിൻ്റെ പുസ്തകമാണ്. കഴിഞ്ഞ കൊല്ലം മാതൃഭൂമി പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. കാലം കാത്തുവെക്കുന്നത് എന്ന മറ്റാണ് ആ പുസ്തകത്തിൻ്റെ പേര്, കാലം കാത്തുവെക്കുന്നത്. ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രവചനം കേട്ടാൽ നമ്മുടെ സയൻറ്റിസ്റ്റുകൾ പോലും ഞെട്ടിപ്പോവും. പ്രവചനം എന്താണെന്നറിയോ? അദ്ദേഹം സയൻറ്റിസ്റ്റാണ് കേട്ടോ, ഹിംസെൽഫ്. സി രാധാകൃഷ്ണൻ സാറ് സയൻറ്റിസ്റ്റുമാണ്, ഫിലോസഫറാണ്, റൈറ്ററാണ്. അദ്ദേഹം പറഞ്ഞുള്ളത് 30 കൊല്ലത്തിലപ്പുറം, വിലിയം ആ പുസ്തകം പറയുന്നു, 30 കൊല്ലത്തിലപ്പുറം ഇന്നീ കാണുന്ന ഭൂമിക്ക് ഇങ്ങനെ ജനവാസയോഗ്യമായി നിലനിൽക്കാൻ കഴിയില്ല എന്നാണ്. 30 കൊല്ലം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി നിയർ ബൈ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അങ്ങനെ ഒരു കാലത്ത് പ്രകൃതി ദുരന്തങ്ങൾ ഇത്രയേറെ വർദ്ധിക്കുന്ന കാലത്ത് ഇപ്പോൾ ഉഷ്ണതരംഗം ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഇഷ്യൂ ആയി മാറി. ആലോചിച്ച് നോക്കൂ. നമുക്ക് കുറച്ച് മഴ കിട്ടി, പക്ഷേ ബാക്കി എല്ലായിടത്തും ഭയങ്കര ചൂടാണ്. ഡൽഹിയിലൊക്കെ ആണെങ്കിലും. അപ്പോൾ അറേബ്യൻ മരുഭൂമിയിലെ സ്ഥിതി എന്തായിരിക്കും? സഹാറ മരുഭൂമിയിലെ സ്ഥിതി എന്തായിരിക്കും? റൂബൽ ഖാലിയിലെ സ്ഥിതി എന്തായിരിക്കും? ആലോചിച്ച് നോക്കൂ. മരുഭൂമിയിലേക്ക് ചൂടിൻ്റെ ഒരു സ്ഥിതി എന്തായിരിക്കും? അതുകൊണ്ടാണ് ഇപ്പോൾ 1000 പേര് ചൂട് കൊണ്ട് മരിക്കുകയാണ്, പൊള്ളി മരിക്കുക. അതും ദൈവത്തോട് പ്രാർത്ഥിക്കാനും ശാന്തമായ മനസ്സോട്, കുളിർമ നിറഞ്ഞ മനസ്സോട് കൂടി. അവർക്ക് അവിടെ കിടന്ന് മരിക്കാൻ അവസരം കിട്ടണത് അതും പുണ്യമായിട്ട് കരുതുന്നുണ്ടാവും. പക്ഷെ അങ്ങനെ മരിക്കാനായിട്ട് മനുഷ്യനെ അയച്ചു കൊടുക്കാൻ രാജ്യങ്ങൾ നിർബന്ധിതരായി തീരുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കും. എന്തായാലും വലിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അവിടുത്തെ സംഘടനകൾ വലിയ തോതിൽ, എല്ലാ സംഘടനകളും രാഷ്ട്രീയം മറന്ന് രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഈ എല്ലാ ഗവൺമെൻറ്റുകളും അവരുടെ എംബസികളും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെൻറ്റും വലിയ സഹായം എടുക്കുന്നുണ്ട്. എനിക്കൊരു കൗതുകം തോന്നുന്നത്, ഈ വർഷം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രിയിൽ ഒരു മുസ്ലിം മന്ത്രി ഇല്ല. എന്നിട്ട് പോലും ഹജ്ജ് കോട്ട വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഹജ്ജിന് പോയവർക്ക് സൗകര്യം ചെയ്യാനുള്ള എല്ലാ മെഷീനറിയും പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഭരണകൂടത്തിൽ ഈ ഒരു മുസ്ലിം കണക്കിൽ ഒരു മന്ത്രി ഇല്ലെങ്കിൽ പോലും മുസ്ലിങ്ങളുടെ തീർത്ഥാടനത്തിനും യാത്രക്കും അവരുടെ ഈ പറയുന്ന
പ്രവർത്തനങ്ങൾക്കും സുരക്ഷാ പ്രവർത്തനങ്ങൾക്കും അവരെ തിരിച്ചെത്തിക്കുന്നതിനൊന്നും ബാധിക്കാത്ത തരത്തിൽ ഇന്ത്യ ഗവൺമെൻറ് പെരുമാറുന്നുണ്ട്. തീർച്ചയായിട്ടും പെരുമാറാൻ അവർ ബാധ്യസ്ഥരാണ്. അതിനെക്കുറിച്ചുള്ള ആശങ്ക പോലും ആവശ്യമില്ല എന്ന് തെളിയിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ ദുരന്തത്തിൽ മരിച്ചവരുടെ പേരിൽ അനുശോചനം അറിയിക്കുക ഈ ഘട്ടത്തിൽ വഴിയുള്ളൂ. മറ്റു കാര്യങ്ങൾ രണ്ട് ഗവൺമെൻറ്റുകളുടെ ഔദ്യോഗികമായ വിവരങ്ങൾ പുറത്തു വരട്ടെ. ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യക്കാരെക്കുറിച്ചുള്ള കാര്യങ്ങൾ പുറത്തു വിടട്ടെ. അപ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും നമുക്ക് ചർച്ച ചെയ്യാം. നന്ദി സർ.